ഖുർആൻ ഏതിന് നമ്മളെ സൂറത്ത് ഏതേന്? സൂറത്തു ദുഹ അല്ലേ? എത്രാമത്തെ പഠിച്ചു? 2 ഓതിക്കൊന്നാലേ. അലം യജ്ദിക ഫസ്റ്റ്ക്കൊന്ന് ഓതിക്കൂടെ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى ولا آخرة خير لك من الأولى ولا سوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووفدك جدك ضالا فهدى അത്ര എടുത്തിട്ടുള്ള 2 എടുത്തത്. ബാക്കി നോക്കല്ലേ? രണ്ടായിരത്തി മതി. ഓക്കെ, 2008-9 അല്ലേ? നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ووجدك عائلا فأغنى. ഫസ്റ്റ് ഒന്ന് വായിക്കല്ലേ? ജസ്റ്റ് കേട്ടോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر. ഓക്കെ, ഇനി കമ്പ്യൂട്ടറും കൂടി ഒന്ന് ഓതുക. നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى
فأما اليتيم فلا تقهر. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ 9ാമത്തെ ആയത്ത് വരെ ഇൻഷാല്ല തിങ്കളാഴ്ച ക്ലാസ് ഓഫ്ലൈൻ ഉണ്ടാവും എന്ന് വിചാരിക്കണം. ആവശ്യമില്ലാത്ത പ്രാർത്ഥനകളോ നിങ്ങൾ ആരും പ്രാർത്ഥിക്കുന്നുണ്ടാവില്ലല്ലോ അല്ലേ? ഇന കുട്ടികൾ പ്രാർത്ഥിച്ച മാതിരി നിങ്ങൾ പ്രാർത്ഥിക്കല്ലോ. ആ കുട്ടികളെ പ്രാർത്ഥന കേട്ടി നിങ്ങൾ? ആ, അതേമാതിരി ഒന്നും ആരും പ്രാർത്ഥിക്കണല്ലോ. ഉണ്ടോ? എന്താ പറയാനൊരു മടി? കേട്ടിട്ടില്ലേ? കണ്ടീനിയോ? വള്ളം വരുന്നേ, വള്ളപ്പൊക്കം വരുന്നേ, സ്കൂള് പോണേ എന്നൊക്കെ പറഞ്ഞിട്ട് അതേമാതിരി പ്രാർത്ഥിക്കണ്ടോ? അല്ലല്ലോ. പ്രാർത്ഥിച്ച് തന്നെ ഓൽക്ക് തന്നെ മതിയായൊക്കെ ഇപ്പം ഏകദേശം. ഓക്കെ, ഇനി 8, 9 അല്ലേ? ووجدك عائلا عائلا فأغنى فأغنى فأما فأما اليتيم اليتيم فلا فلا تقهر. تقهر. اوكي. ووجدك عائلا فأغنى. ജസ്റ്റ് ഒപ്പം വായിക്കാട്ടെ. ووجدك عائلا فأغنى فأما اليتيم فلا تقهر. ووجدك عائلا فأغنى فأما اليتيم فلا تقهر. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഓതാണോ റോശ കൂടി? എന്നാൽ ഒറ്റക്കൊന്ന് ഓതി, ഞാൻ കിട്ടാത്തത് വാങ്ങിത്തരാം. വാഫയല്ല, വാവയാണ്. ആയിലൻ أغنى فأمل يتيم فلا ഓക്കെ. تقهر. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതിനെന്തായാലും ഓതി തന്നു. ഇനി ബാക്കിയുള്ളവർ എല്ലാവരും റെക്കോർഡ് ചെയ്ത് വാട്സപ്പിൽ ഇടേണ്ടതാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് സ്വഭാവമല്ല വേണ്ടിയേ? സ്വഭാവമല്ല. ഓക്കെ, സ്വഭാവം എടുത്തൊന്നാല്. ആ നീച്ചിനും കക്കൂസിൽ വന്നാണ്. ഓക്കെ, എടുത്തില്ലേ? ഇതല്ലേ രണ്ടാമത്തെ പാടല്ലേ? രണ്ടാമത്തെ അല്ല, ഒന്നാമത്തെയാണ്. ഒന്നാമത്തെ കഴിഞ്ഞിട്ടില്ല. ഒന്നാമത്തെ
എന്നാണ്. പഠന പ്രവർത്തനം പറയണം. ഓക്കെ, പഠന പ്രവർത്തനങ്ങൾ ശരിക്കും നോക്കുക. സ്ക്രീന് കാണുന്നുണ്ടോ? ഉണ്ടോ? എൻ്റെ ആ ഓക്കെ, ഇതിൽ നോക്കുക. ആദ്യം എന്താണ്? അന്ത്യനാളിൽ ഏറ്റവും കനം കുറവുള്ളത് സൽസ്വഭാവത്തിനാണ്. ശരിയാണോ? കനം കുറവുള്ളത് എന്നാണോ? അല്ല. എന്താണ് കുറവുള്ളത്? മാറ്റിയിട്ട് എന്താക്കണം? കുറവുള്ളതെന്ന് മാറ്റിയിട്ട് എന്താക്കണം? എന്താ കൂടുതലുള്ളത് എന്നാക്കണം കേട്ടോ. കൂടുതലുള്ളത്. ഓക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ തന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വസ്തുക്കൾ ഉടമസ്ഥർക്ക് തിരിച്ചു നൽകാനായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തി. നബി ഹിജ്റ പോകുമ്പോൾ സാധനങ്ങളൊക്കെ ഒരാളെ ഏൽപ്പിച്ച് പോയിനില്ലേ? ഓർമ്മ ഉണ്ടോ? അത് ചുമതലപ്പെടുത്തിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആയിനിയോ? കാരണം വസ്തുക്കൾ എന്താണ് അവിടെ അതോളം നോക്കാനോ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു പോയി. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണെന്നാണ് ഈ ചോദ്യത്തിൽ പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണോ? ഇനി എന്തേലും പറയേ? ആണോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണോ? അല്ല. അല്ല. ആരാ പിന്നെ? ആരാണ്? 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 നോക്ക്, സ്ക്രീനിൽ നോക്ക്. ആരാണ്? ആരാണ്? അലി. അലി റളിയല്ലാഹു അൻഹു ആണ്. അലി റളിയല്ലാഹു അൻഹുവിനെയാണ് ഇത് കാര്യങ്ങളൊക്കെ നോക്കാൻ ഏൽപ്പിച്ചാണ്ട് ആളുകൾ പോയത്. ഇനി നെക്സ്റ്റ് ഹജറുൽ അസ്വദ് അല്ലേ? ആ ഒരു കല്ലുമായി ബന്ധപ്പെട്ടാണ് ഒരു തർക്കമല്ലേനോ നാട്ടുകാരൊക്കെ മുഴുവൻ? ഞങ്ങളാണ് കല്ലെടുത്തേക്കുക. ആ ഒരു സംഭവം കേട്ടോ പറയണത്. ഹജറുൽ അസ്വദ് എന്നാണ് ആ കല്ലിൻ്റെ പേര്. എടുത്തു വെക്കുന്ന കാര്യത്തിലുണ്ടായ തർക്കം പരിഹരിച്ചത് അലി റളിയല്ലാഹു അൻഹു ആയിനി. ആ പ്രശ്നം, ആ തർക്കം അവിടെ പരിഹരിച്ചത് അലി റളിയല്ലാഹു അൻഹു ആയിനി. ആണോ? ആരാണ്? യെസ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അത് ശരിയാക്കുക. നെക്സ്റ്റ്, സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നൊരു മൊബൈൽ ഫോൺ വീണ് കിട്ടി. നിങ്ങൾ എന്താ ചെയ്യുക? ടീച്ചറെ ഏൽപ്പിക്കും അല്ലേ? അത് ടീച്ചറെ ഏൽപ്പിക്കും. പിന്നെ കളിച്ചുകൊണ്ടിരിക്കെ നിങ്ങളുടെ ടീമിൽപ്പെട്ട ഒരു കൂട്ടുകാരൻ കളിയിൽ ജയിക്കാൻ വേണ്ടി കളവ് പറയുന്നതായി ബോധ്യപ്പെട്ടു. അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്താണ് നമ്മളെ ടീമിൽ പെട്ട ഒരാൾ, നമ്മളെ ടീമിലാട്ടോ, മറ്റോലെ ടീമിലല്ല. അപ്പോൾ ഓൻ എന്താണ് ജയിക്കാൻ വേണ്ടി എന്തോ കളവ് പറഞ്ഞു. അപ്പോൾ നമ്മളെന്താണ് കളവാണെന്ന് നമുക്ക് മനസ്സിലായിക്കണ്. പക്ഷെ അങ്ങേ ടീമുകാർക്ക് അത് മനസ്സിലായിട്ടില്ല. നമ്മളെന്താ ചെയ്യുക? നമ്മൾ ജയിക്കാതെ പണി നോക്കും അല്ലേ? നുണ പറഞ്ഞാൽ നമ്മളെന്തായാലും നമുക്ക് ജയിച്ചാൽ മതി. നുണ പറഞ്ഞാലും എന്തായാലും മതി, നമുക്ക് ജയിച്ചാൽ പോരെ? അവിടെ എന്താ നമ്മൾ ചെയ്യുക? എന്ത് ചെയ്യും അവിടെ അങ്ങനെ ബോധ്യപ്പെട്ടാൽ? എന്ത് ചെയ്യും? എഴുതിയോടെ പിന്നെ എത്തിനത് ചോദിച്ചിട്ട് നേരം കളയലെന്നാലേ. തയ്യാറാക്കല്ലേ? കുറിപ്പ് തയ്യാറാക്കാനാ? കുറിപ്പ് എഴുതാം. നല്ല സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒരു മനുഷ്യനുണ്ടാവേണ്ട നല്ല സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അത് എഴുതുക. എന്തൊക്കെയാണ് നല്ല സ്വഭാവങ്ങൾ? സത്യം മാത്രം പറയാം. അങ്ങനെ എന്തൊക്കെയാണ് നല്ല സ്വഭാവങ്ങളുടെ അറിയണതൊക്കെ എഴുതാൻ ഇത്ര പണിയുണ്ടോ? ഒരു 3 4 നല്ല സ്വഭാവ ഗുണങ്ങൾ അങ്ങനത്തെ എഴുതുക. വയ്ക്കൂലേ? സത്യം മാത്രം പറയുക, കളവ് ചെയ്യാതിരിക്കുക, പിന്നെന്താണ് മാതാപിതാക്കളെ അനുസരിക്കുക, അതൊക്കെ മറ്റുള്ളവരെ സഹായിക്കുക, അതൊക്കെ എന്താ നല്ല സ്വഭാവ ഗുണങ്ങളല്ലേ? അതാണ് അവിടെ എഴുതാൻ പറഞ്ഞത്. നെക്സ്റ്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാർക്ക് പ്രിയങ്കരനാക്കിയ മഹത് ഗുണങ്ങൾ. നബിനെ നാട്ടുകാർക്ക് ഇഷ്ടമുണ്ടാകാൻ കാരണം എന്താണ്? എന്തൊക്കെ നബിൻ്റെ സ്വഭാവം കൊണ്ടാണ് നാട്ടുകാർക്ക് ഇഷ്ടപ്പെടാനുണ്ടായ കാരണം? സ്വഭാവം. സ്വഭാവം, നല്ല സ്വഭാവം. ഇനി എന്തൊക്കെയാണ് നല്ല സ്വഭാവങ്ങൾ എന്ന് ചോദിച്ചത്? എന്തൊക്കെയാണ്?
ഉം. ഇതാ പേജ് 8 കണ്ടോ? ആ ഉത്കൃഷ്ട സ്വഭാവമുള്ളവനായിരുന്നു. കണ്ടോ? ഈ ആ ആയത്തിൻ്റെ താഴത്ത് അവിടെ മുതൽ നാട്ടുകാർക്ക് തുടങ്ങിയ സ്വഭാവ ഗുണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാരനെ പ്രിയങ്കരനാക്കി എന്നുള്ളത് എന്താണ് അവിടെ ആക്കിയത് എന്ന് കൂടിയും ഇട്ട് കൊടുക്കുക. ഇവിടെ വരെ കേട്ടോ, കാണില്ലേ? ആ ആ ഉത്കൃഷ്ട മുതൽ എന്താണ് സത്യസന്ധത, വിശ്വസ്തത, സ്നേഹം, കാരുണ്യം, വിട്ടുവീഴ്ച, മിതഭാഷണം തുടങ്ങിയ സ്വഭാവ ഗുണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാർക്ക് പ്രിയങ്കരനാക്കി. 8-ാമത്തെ പേജിൽ കിട്ടിയില്ലേ? ഉം. അപ്പോൾ ക്ലിയർ അല്ലേ? ആ ഇനി അടുത്ത് നോക്കല്ലേ? ഇത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. അത് കിട്ടി. അത് കിട്ടി. വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അതും എന്താണ് മേലുണ്ടാവും അതിൻ്റെ ഫുള്ള് ലഹുലുഖിൻ അളീം എന്നാണ്. അതൊക്കെ കാണാതെ പഠിക്കാമല്ലോ കേട്ടോ, പരീക്ഷയ്ക്കൊക്കെ വരും, മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയതുകൊണ്ട് വരും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുസമ്മതിദനായിരുന്നു ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവം. പൊതുസമ്മതനായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ഒരേപോലെ അംഗീകരിക്കണ ആൾ, എല്ലാവരും ഒരേപോലെ അംഗീകരിക്കണ ആൾ എന്നാണ് എന്തിൻ്റെ അർത്ഥം? പൊതുസമ്മതിദൻ. അപ്പോൾ അതിലൊരു സംഭവം നമ്മൾ പഠിച്ചിനി, ഓർമ്മ ഉണ്ടോ? നബിൻ്റെ ഒരു സംഭവം പൊതുസമ്മതി, എല്ലാവരും അംഗീകരിക്കണ ആളാണ് അല്ലേ? നബി എല്ലാവരും അംഗീകരിക്കണ ആളല്ലേ? ആ ശത്രുക്കൾ പോലും അംഗീകരിച്ചിനി അല്ലേ? ഉം. അതുമായി ബന്ധപ്പെട്ടൊരു സംഭവം എന്താണ്? കുട്ടി ആലോചിച്ചാണ്ട് എത്ര പെട്ടെന്ന് ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ള സംഭവം എന്താണ്? ടെക്സ്റ്റ് ബുക്കിലുണ്ടോ? ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കുട്ടിയെ എന്താണ് ആ സംഭവം പറയാം, എന്തായാലും ഞാൻ കാണിച്ചു തരുള്ളൂ. ആ സംഭവം എന്താണ്? ഉം. കുട്ടിയെ കല്ലെടുത്താക്കാന സംഭവം അല്ലേ? ആ എല്ലാവരും പാടെ കൂടിയാണ്ട് ആ സംഭവമാണ് അവിടെ എഴുതേണ്ടിയത്. മനസ്സിലായോ? എവിടെ? ഇതിലുണ്ട്. ഞാൻ സൂക്ഷിക്കാൻ നബിയെ ഏൽപ്പിക്കാറുണ്ട് ഒരിക്കൽ പ്രളയം. ഇതവിടെ ഒരിക്കൽ 8-ാമത്തെ പേജിൽ തന്നെ ഒരിക്കൽ പ്രളയം മൂലം ഹജറുൽ അസ്വദ് പൂർവ്വസ്ഥാനത്ത് വെക്കുന്ന കാര്യത്തിൽ ഗോത്രങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയിരുന്ന ഈ പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം പ്രശ്ന പരിഹാരത്തിന് എല്ലാവരും സ്വീകാര്യമായിരുന്നു. ഇവിടം വരെ സ്വീകാര്യമായിരുന്നു എന്ന് വരെ എഴുതട്ടോ. ക്ലിയർ അല്ലേ? 8-ാമത്തെ പേജിൽ കിട്ടിയില്ലേ? അതിന്റെ അത് എന്റെ ഉത്തരാ? ഇതിപ്പോ നമ്മൾ പറഞ്ഞില്ല ലാസ്റ്റത്തെ ഈ സ്വഭാവം. സ്വഭാവത്തിലേക്ക് കണ്ടില്ലേ? ഈ ഓർത്ത് പറയാം ഒന്ന്. ആ അതിൻ്റെതാണ്. ഇനി അടുത്തത് സാഹിത്യ സമാജത്തിൽ അവതരിപ്പിക്കാൻ ഒരു പ്രസംഗം തയ്യാറാക്കാനാണ്. അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അസൈൻമെന്റ് ആയാണ്ട് തരുന്നുണ്ട് കേട്ടോ. ആ പുസ്തകം 8-ാമത്തെ പേജിൽ ഒന്നും കൂടി പഠിച്ചു തന്നിട്ടില്ലോ? അത് കിട്ടിയില്ലേ? അത് ഇതാ കുട്ടിയെ ഓർത്ത് പറയാമെന്നല്ലേ? ഈ ഓർത്ത് പറയാം, ഈ പേജ് ഉണ്ടല്ലേ ഓർത്ത് പറയാം, 11-ാമത്തെ പേജിൽ ഇവിടെ കണ്ടോ? ഇതാണ് ഇതിൻ്റെ ഉത്തരാണ്. ഓർത്ത് പറയാന്നല്ലേ ഇതിൻ്റെ ഉത്തരാണ്. അപ്പൊ പ്രളയം വന്നതോ? ഇതാ അതിന്റെ ഉത്തരാണ് ഞാനാ പറഞ്ഞത്. രണ്ടുത്തരം ഉണ്ടോ ഇതിന്? ഇല്ല, ഒറ്റ ഉത്തരം. ആ പ്രളയത്തിന്റെ സംഭവം ആ സംഭവം തന്നെയാണല്ലേ. ഇതാ ഒരിക്കൽ പ്രളയം മൂലം ആവുന്നതല്ല. മറ്റേത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ. അത് ഇതാണ് ഈ 2-ാമത്തെ ചോദ്യം. കണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കേട്ടോ. ഒന്ന് അതാണ്, ഒന്ന് മറ്റേതുമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എടുക്കേണ്ടത് അതാ, സമയം കഴിഞ്ഞല്ലേ. തണലാകേണ്ടവർ അല്ലേ? തണലാകേണ്ടവർ. എന്താണ് തണലാകേണ്ടവർ എന്ന് പറഞ്ഞാൽ? നമ്മളെന്താണ് തണലാകണം. ഓരോരുത്തർക്കും എന്താണ് തണൽ ആവണം. എങ്ങനെയാണ് തണലാവുക? ആരൊക്കെയാണ് തണലാകേണ്ട ആളുകൾ എന്നൊക്കെ നമുക്ക് ഇനിയിപ്പോൾ പറയാൻ സമയമല്ലല്ലോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരുടെ നോട്ടിലും എന്തുണ്ടാവണം? 1-ാമത്തെ പാഠത്തിൻ്റെ പഠന പ്രവർത്തനം, സ്വഭാവത്തിൻ്റെ പീരീഡിൻ്റെ അന്ന് പഠന പ്രവർത്തനം നോട്ടിൽ ഉണ്ടായിരിക്കണം. പിന്നെന്താണ് വേറെന്താ പിന്നെ പഠിക്കാൻ പറഞ്ഞിനി? ഖുർആൻ എത്ര ആയത്തെ? 1 മുതൽ
ഒന്ന് മുതൽ 9 9 ആയത്ത് വരെ പഠിക്കണം ഇൻഷാ അല്ലാ. ഓക്കെ, ഇനിയിത് ഇനിയും അതിൻ്റെ പഠന പ്രവർത്തനം കിട്ടിയില്ല അറിഞ്ഞ് വന്നാൽ ഇനി കൊട്ടലുണ്ടാവും കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം പറഞ്ഞതിനൊന്നൊരു സംശയം ഉണ്ട് എന്നാൽ തന്നെ. ഇല്ല. ഞാൻ അങ്ങനെ പറഞ്ഞു തരേണ്ടി അതല്ല. അസ്സലാമു അലൈക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി.